എന്ത് സാധനം മേടിച്ചാലും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? പ്രൈസ് ടാഗ് ആയിരിക്കും. കാരണം സാധനം കൊള്ളാം, പക്ഷേ വില എത്രയാണ്, വില ഒന്ന് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ സാരിയുടെ കേസിൽ പ്രൈസ് ടാഗ് മാത്രമല്ല, വേറെ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഫാബ്രിക്. അതിന് എന്തെന്നൊക്കെ പറഞ്ഞാലും നല്ല ഒതുങ്ങുന്ന, നല്ല രീതിക്ക് കാണുമ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു സിൽക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കല്യാണത്തിന് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന മെറ്റീരിയലായിട്ട് അവരങ്ങ് സീലടിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ബ്ലൗസാണ്. എനിക്ക് തോന്നുന്നു ഹോൾ സാരി ഇനി എത്രയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാലും ബ്ലൗസും കൂടി ഒരു പ്ലസ് ആയിട്ട് നന്നായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലൊന്നും പൊങ്ങി നിൽക്കത്തുള്ളൂ. ഈ പറഞ്ഞു വരുന്ന കഥ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നമ്മുടെ സെമി സിൽക്ക് കാറ്റഗറിയിൽ നോർമൽ 1600 എന്നും അടിപൊളിയായിട്ട് പോകുന്നൊരു സംഭവമാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഈ ടൈപ്പ് ഓഫ് സാരീസ് എന്ന് പറയുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും അത്ര ട്രാൻസ്പാരൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫാബ്രിക് വൈസ് കുറച്ചും കൂടി ഒരു സിൽക്ക് ഫിനിഷ് തോന്നുന്നുണ്ട്. ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് എന്താ പറയുക, ചെറിയ ബൂട്ടാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പറഞ്ഞു വന്ന താരം ബ്ലൗസാണ്. പല്ലു പോർഷൻ കോൺട്രാസ്റ്റ് ആയിരിക്കും വരിക. മാത്രമല്ല നമുക്ക് ബ്ലൗസ് പീസും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോ വാല്യൂ സാരിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ്ങിന് പോകുമ്പോൾ അയ്യോ സാരി ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി, ഇനി കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്താലോ ഇല്ലെങ്കിൽ കുറച്ച് സർദോസി വർക്ക് ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ സാരിയെക്കാട്ടിലും എല്ലാ പ്രാവശ്യം എന്താ പറ്റുക, ബ്ലൗസിൻ്റെ റേറ്റ് അങ്ങ് കയറിപ്പോവും. ഈ പ്രാവശ്യമൊക്കെ നമുക്ക് വരുന്നത് വെച്ചാൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആയിരിക്കും. ബ്ലൗസിലും നമുക്ക് ചെറിയ ബൂട്ടാസും കാര്യങ്ങളും വരുന്നുണ്ട്. രണ്ട് സൈഡ് നമുക്ക് അതുപോലത്തെ ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. 1800 ബഡ്ജറ്റിന് നമുക്ക് അങ്ങനത്തെ ഒരു ബ്ലൗസും കാര്യങ്ങളൊക്കെ എന്നൊരു പ്ലസ് പോയിൻ്റാണ്. ഇനി ഗ്രീൻ ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ ഗ്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി 2 ഷെയ്ഡ്സ് വേറെയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വൈൻ ഷെയ്ഡിനകത്ത് കോൺട്രാസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന പല്ലുവും ബ്ലൗസും. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. കണ്ടോ, ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ബോർഡറും പല്ലുവും ബ്ലൗസും ആയിരിക്കും വരാം. നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. 1800 ആയിരിക്കും ബഡ്ജറ്റ് വരാം. മാത്രമല്ല ഒട്ടുമേ ട്രാൻസ്പാരൻ്റ് അല്ല. മിക്കവർക്കും ട്രാൻസ്പാരൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഒരു 40+ ഒക്കെ വരുമ്പോഴത്തേക്കും അയ്യോ നമുക്ക് അത്ര പറ്റുന്നില്ല, ഉടുക്കാനൊക്കെ കുറച്ച് പാടല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ ടൈപ്പ് ഓഫ് സാരീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഒതുങ്ങും. പ്ലീറ്റ് ഉണ്ടല്ലോ, ഇതുപോലെ സുഖമായിട്ട് പ്ലീറ്റൊക്കെ എടുക്കാം. നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആയതുകൊണ്ട് തന്നെയും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പോകാം. ഇതാണ് അതിൻ്റെ ബ്ലൗസും. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ആയിരിക്കും അവൈലബിൾ. ഇനി സ്ലീവ് വേണ്ട, ബോർഡർ വെക്കേണ്ട എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ബോട്ട്നെക്കായിട്ടോ സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ആയിട്ട് പെയർ ചെയ്താൽ പോലും ഭയങ്കര ഭംഗിയാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് കുറച്ച് റെയർ കോമ്പിനേഷനും വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റീൽ ഗ്രേ കോമ്പിനേഷനിൽ പല്ലു ആൻഡ് ബ്ലൗസ് കോൺട്രാസ്റ്റ്. കണ്ടോ, ഇതാണ് സാരി. പല്ലു പോർഷൻ ഇതുപോലത്തെ ഒരു വൈൻ ഷെയ്ഡായിരിക്കും വരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സാരി. വിത്ത് ടാസൽസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും ഇനി സാരി ഇനി ബാക്കി കഥയൊക്കെ പോട്ടെ, പക്ഷേ ടാസൽസ് വരുമ്പോഴത്തേക്കും എന്തോ ഒരു സന്തോഷമാണ് സാരിയിൽ ടാസൽസ് വരുമ്പോഴത്തേക്കും. കണ്ടോ, ഇനി ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിരിക്കും വരാം. ഇനി നിങ്ങൾക്ക് ഒരുപോലെ സാരിയൊക്കെ ഒരു ഫംഗ്ഷൻ ഉടുത്തുകൊണ്ട് പോകണം, സിസ്റ്റേഴ്സ് ഉണ്ട്, കസിൻസ് ആണ്, ഒരേപോലെ ഉടുത്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് സാരി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ബ്ലൗസ്. 1800 ആയിരിക്കും ബഡ്ജറ്റ് വരാം. സെമി സിൽക്ക് കാറ്റഗറിയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സാരീസ് കിട്ടും. റെഡ്ലി ഡിസ്പാച്ച് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ബൈ.